നമസ്കാരം, പ്രൈമൂട്ടയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് മെറ്റിയോറിൽ ഒരു റൈഡ് റിവ്യൂമായിട്ടാണ്. തിരുവനന്തപുരത്ത് നിന്നും മൂന്നാർ വരെയുള്ള ഒരു റൈഡ് റിവ്യൂ. അപ്പോൾ ഇതിലൂടെ ഞാൻ ഈ വണ്ടി എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഇതിനുള്ള മെയിൻ്റനൻസ് ടിപ്സും അതേപോലെ തന്നെ ജെ സീരീസ് എഞ്ചിൻ വാഹനങ്ങളിൽ ഉപയോഗിക്കേണ്ട രീതികളും കൂടിയൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ഹണ്ടർ ആയിരുന്നാലും ക്ലാസിക് ആയിരുന്നാലും എല്ലാം ഉപയോഗിക്കേണ്ട രീതി ഏകദേശം ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ്റനൻസ് ടിപ്പ് സംഭവങ്ങളും കൂടിയൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ മൂന്നാറിൻ്റെ ഭംഗികളും കൂടി ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്തോന്ന് വെച്ചാൽ, നമ്മൾ തിരുവനന്തപുരത്താണ് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചി വരെ എത്തും. കൊച്ചിയിലെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ ഡ്രൈവിംഗ് ഓട്ടോയുടെ ചേട്ടനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരനെയും കൂടെ കൊണ്ടാണ് എന്നിട്ട് നേരെ മൂന്നാറിലേക്ക് വരുന്നത്. അപ്പോൾ എന്നിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ഉള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒപ്പിയെടുക്കുന്നതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ ഇൻട്രോ പറയുന്നത് മൂന്നാർ എന്നാണ്. അത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റ്, ഈ ഒരു വ്യൂ, ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഇൻട്രോ പറയാനായിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഇൻട്രോ പറയാമെന്ന് പ്ലാൻ ഇട്ടിട്ട് വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തിരുവനന്തപുരത്ത് നിന്നും ആദ്യം എറണാകുളത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. ഏകദേശം 200 കിലോമീറ്റർ ദൂരമുള്ള ഈ ഒരു യാത്രയിൽ സാധാരണ രീതിക്ക് ഒരു 3 പ്രാവശ്യമെങ്കിലും റെസ്റ്റ് എടുക്കാറാണ് പതിവ്. ഇന്നത്തെ ദിവസം ഷൂട്ടിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ നിർത്തിയുള്ള യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റിന് വേണ്ടി അധിക നേരം ഒന്നും എടുക്കേണ്ടി വന്നില്ല. പക്ഷേ ആലപ്പുഴ എത്തിയപ്പോഴത്തേക്ക് കുറച്ചൊന്ന് ടയേർഡായി. അതുകൊണ്ട് തന്നെ ഒരു റെസ്റ്റ് എടുത്തേക്കാമെന്ന് കരുതി. പക്ഷേ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മനോഹരമായ സ്ഥലങ്ങൾ അതിനുവേണ്ടി സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലൊരു പ്ലേസാണ് ഞാൻ ഈ കാണിക്കുന്ന ആലപ്പുഴ ജില്ലയിലുള്ള തോട്ടപ്പള്ളി എന്ന് പറയുന്ന ബീച്ച്. NH നിന്നും അധിക ദൂരമൊന്നുമില്ല ഈ ബീച്ചിലേക്ക്. ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഒരു ബീച്ചും ഈ ഒരു പാർക്കും ഒക്കെ നമുക്ക് ഒരു പ്രത്യേക ഫീല് കൂടി തരുന്നുണ്ട്. സോ അത് റൈഡിനെ കുറച്ചുകൂടി കളർഫുൾ ആക്കാനായിട്ട് സാധിക്കും. എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നതെന്ന് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ വണ്ടിക്കും നമുക്കും ഈ ഒരു റെസ്റ്റ് കൊണ്ട് വളരെ ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു ബൈക്ക് റൈഡ് ആയതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം ഓടിപ്പോകുന്ന സമയത്ത് നമ്മളും ടയേർഡാവും, വണ്ടി ഓവർ ഹീറ്റിംഗ് ആവും. സോ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ റെസ്റ്റ് എടുക്കുന്നത് വണ്ടിക്ക് വളരെ ഉപയോഗമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഏകദേശം 1 hour റൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വണ്ടിക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക. ആ സമയം ഒരു 15 മിനിറ്റോളം നമ്മൾ വണ്ടിക്ക് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എഞ്ചിനൊക്കെ ഒന്നുകൂടെ ഒന്ന് കൂളായി വീണ്ടും ഓക്കെ ആവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് പെയിൻ ഇല്ലാതിരിക്കാനും നമ്മുടെ നിതുംബങ്ങൾ ഓക്കെ ആകാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഈ ഒരു റെസ്റ്റ് കൊണ്ട് സാധിക്കും. അങ്ങനെ ആലപ്പുഴയിൽ നിന്നും വീണ്ടും വണ്ടിയെടുത്തു നേരെ എറണാകുളത്തേക്ക് പോവുകയാണ്. അങ്ങനെ എറണാകുളത്ത് ചേട്ടൻ്റെ വീട്ടിലെത്തി റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത ദിവസം ഞങ്ങൾ 2 പേരും കൂടി മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. മൂന്നാറിലേക്ക് പോകാനുള്ള ആ ഒരു വഴി തന്നെ നമ്മളെ വല്ലാതെ ത്രില്ലടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു തണുത്ത കാറ്റും അതേപോലെ നമ്മുടെ ബൈക്കിൻ്റെ സൗണ്ടും അതേപോലെ തന്നെ ചെറിയ പൊടിമഴയും വെയിലില്ലാത്ത ഒരു ക്ലൈമറ്റും. ആക്ച്വലി ദാറ്റ് വാസ് ആൻ അമേസിങ് ഫീലിംഗ്. മൂന്നാറിലെത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണണം, എവിടേക്ക് പോകണം,
എന്തൊക്കെ എൻജോയ് ചെയ്യണം, ഇങ്ങനെയൊന്നും ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നില്ല നമ്മുടേത്. അവർ പ്ലാൻ വാസ് ടു ഗോ വിത്ത് ദി ഫ്ലോ. സോ ഒരു കാറിനെ പോലെ ഇങ്ങനെ മൂന്നാറിലൂടെ ഒഴുകി നടക്കാനായിരുന്നു നമുക്കിഷ്ടം. മൂന്നാറിനെ ഏറ്റവും ഭംഗിയാക്കുന്നത് ഇവിടുത്തെ ഒരു പച്ചപ്പ് തന്നെയാണ്. എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിരുന്നാലും നമുക്ക് ഈ പച്ചപ്പ് കാണാം. അതിലൂടെ ഇങ്ങനെ കോട നിറഞ്ഞു പോകുമ്പോൾ ഉണ്ടല്ലോ, ആക്ച്വലി വി ഫീൽ ലൈക്ക് ഹെവൻ. ഒരു മാജിക്കൽ ഫീലുള്ള സ്ഥലമാണോ മൂന്നാറെന്ന് ഇടയ്ക്കെപ്പോഴേക്കും നമുക്ക് തോന്നിപ്പോകും. ഓരോ കുഞ്ഞു വഴികളിലൂടെ ഈ ബൈക്കിലിങ്ങനെ പോകുന്ന സമയത്തെല്ലാം നമുക്ക് ആ ഫീലിങ്ങിന് തോന്നിക്കൊണ്ടേയിരുന്നു. റൈറ്റ് നൗ ദ ഫീലിംഗ് ഇൻസൈഡ് മീ ഈസ് താങ്ക്ഫുൾനെസ്. ഇത്രയും മനോഹരമായ കാഴ്ചകൾ കാണാൻ എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ അച്ഛനമ്മമാരോടും ദി ഗോഡ് നേച്ചറിനോടും. യെസ്, I could feel the beauty of nature here. മൂന്നാറിൻ്റെ ഈ കുഞ്ഞു ഇടവഴികളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കിഷ്ടം പോലെ വഴിയോര കടകൾ കാണാം. ഗ്ലാമത്തേക്ക് ചോദിച്ചെന്ന് കേട്ടോ. ഹോട്ടലിലെ ബാൽക്കണി ഇരിക്കുമ്പോഴും ദൂരെ നിന്നുകൊണ്ട് ഈ മലനിരകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. നൈറ്റ് ലൈഫിനെ മനോഹരമാക്കാനായിട്ട് ചെറിയൊരു മഴ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷവും നമ്മൾ ചെല്ലുമ്പോഴും വളരെ തിരക്കേറിയ ഒരു പട്ടണത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇഷ്ടംപോലെ തട്ടുകടകളും അതേപോലെ കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റ് കടകളും ഒക്കെ നിറഞ്ഞ ഒരു പട്ടണം. അടുത്ത ദിവസം വളരെ ലേറ്റായിട്ടാണ് നമ്മൾ മൂന്നാറിൽ നിന്നും യാത്ര തിരിച്ചത്. പക്ഷേ എങ്കിലും വളരെ തണുപ്പേറിയൊരു കാലാവസ്ഥയായിരുന്നു. കോടയൊന്നും നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ പോലും വളരെയധികം തണുപ്പ്. അവിടെ നിന്ന് നമ്മൾ നേരെ മറയൂർ റൂട്ടിലേക്കാണ് പോയത്. മൂന്നാർ മറയൂർ റൂട്ടിനെ പറ്റി പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ. വളരെ മനോഹരമായ ഒരു പാത. ഇരുവശങ്ങളും വളരെ പച്ചപ്പും അതേപോലെ പൂക്കളും നിറഞ്ഞിരിക്കുന്ന മരങ്ങളും, അങ്ങനെ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തരുന്ന ഒരു വഴി തന്നെയാണ് മൂന്നാർ മറയൂർ റൂട്ട്. ഇതേപോലുള്ള കുഞ്ഞരുകളും വെള്ളച്ചാട്ടങ്ങളെയൊക്കെ നമുക്ക് ഈ യാത്രയിലുടനീളം കാണാൻ സാധിക്കും. ആൻഡ് ദിസ് ഈസ് അറ്റ്മോസ്റ്റ് പ്യൂർ വാട്ടർ. ഈ ഒരു യാത്രയിലുടനീളം ഈ ഒരു ബൈക്ക് നമുക്ക് നല്ലൊരു ഫീൽ തരുന്നുണ്ടായിരുന്നു. And the rider comfort was awesome, and I believe that's why Royal Enfield has this much fans. അവിടെ നിന്ന് നമ്മൾ നേരെ ചിന്നാറിലെത്തി. ഉൾക്കാട്ടിലിരുന്ന് ഏതൊക്കെയോ കണ്ണുകൾ നമ്മളെ വാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ നമുക്കുണ്ടായിരുന്നു. ഇഷ്ടംപോലെ മൃഗങ്ങളുള്ള വന്യജീവികളുള്ള ഒരു കാടാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ചിന്നാറിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം പോകാൻ. ഒന്നാമതായി നമ്മൾ വന്യമൃഗങ്ങൾക്കൊന്നും ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. മാത്രവുമല്ല, കൈവരികളില്ലാത്ത അഗാധമായ കൊക്കാളും ചിന്നാർ റൂട്ടിലുണ്ട്.
മൃഗങ്ങളെയൊന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും ചിന്നാർ റൂട്ടും നമുക്ക് നല്ലൊരു റൈഡ് എക്സ്പീരിയൻസ് തന്നു. ചിന്നാറിൽ നിന്ന് തിരിച്ച് മൂന്നാറിലേക്ക് പോകുന്ന വഴി ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആവണമെന്ന് തോന്നി. അപ്പോഴാണ് ഒരു കിടുക്കൻ ഓഫ് റോഡ് എക്സ്പീരിയൻസ് സമ്മാനിച്ചുകൊണ്ട് ഈ ചേട്ടൻ നമ്മളെ വഴി തെളിയിച്ചത്. ആ ഓഫ് റോഡ് നേരെ വന്നത് ഇവിടെയായിരുന്നു. ഒന്നാർത്ത് തിമിർത്ത് കുളിച്ച ഞങ്ങൾ നേരെ ഈ വഴിയൊരു കടയിലേക്കാണ് എത്തിയത്. ഇവിടെ നിന്നൊരു ചായയോട് കുടിച്ചതിന് ശേഷം നമ്മൾ യാത്ര തുടർന്നു നേരെ മൂന്നാറിലേക്ക്. മുമ്പ് കഴിച്ച ബിരിയാണിയുടെ സ്വാദ് ഒന്നുകൂടി ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ മൂന്നാറിൻ്റെ ഇവിടെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏകദേശം 400 കിലോമീറ്ററോളം ഉള്ള ഈ ഒരു റൈഡിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം, മെറ്റിയോറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഴയ റോയൽ എൻഫീൽഡ് വാഹനങ്ങളിൽ നിന്നും വളരെ ബെറ്ററാണ്. അത് മെയിനായിട്ട് എഞ്ചിൻ്റെ കാര്യത്തിലായാലും ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിലേക്കായിരുന്നാലും വണ്ടി വളരെ സ്മൂത്താണ്. അതേപോലെ തന്നെ നമുക്ക് വൈബ്രേഷൻ എന്ന് പറഞ്ഞ സംഭവമൊന്നും നമുക്ക് നില്ലായിട്ട് തന്നെ തോന്നും. വളരെ ചെറിയൊരു വൈബ്രേഷൻ മാത്രമേ ഒരു റോയൽ എൻഫീൽഡ് യൂസർ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ആ റൈഡിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 പേർ ഓടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ വെച്ചിട്ട് നമുക്ക് മിക്കവാറും ഇവിടെയൊക്കെ ഒരു പെയിനൊക്കെ വരുന്നത് അത് വളരെയധികം വ്യത്യാസപ്പെടുത്താനായിട്ട് ഈ ഒരു വാഹനത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പെയിനൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആവേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ ടൂറിംഗ് സീറ്റാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. ഈ ഒരു വാഹനത്തിൽ പോകുമ്പോൾ നമ്മൾ ഈവൻ 1 hour ബ്രേക്ക് എടുത്തിട്ടാണ് പോകുന്നത്, എന്നിട്ട് പോലും നിയമങ്ങൾക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പില്ലിയൻ സീറ്റ് ഇത്രയും വില കൂടിയ ഒരു വാഹനത്തിൽ ഇത്രയും വേസ്റ്റ് ഒരു സീറ്റ് കൊടുത്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോൾ പുതിയ ജെ സീരീസ് എഞ്ചിനായ ക്ലാസ് 350യിൽ നല്ല സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വൈഡറും ഇരിക്കാൻ നല്ല സുഖമുള്ള സീറ്റുമാണ്. പക്ഷേ മെറ്റിയോർ ഇത്രയും ലോങ് റൈഡ് പോകേണ്ട ഒരു വാഹനമാണ്. അതിൻ്റെ പോസ്റ്ററിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ സീറ്റ് വളരെയധികം മോശമാണ്. കാരണം നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ ബുള്ളറ്റ് ഉണ്ട്, ക്ലാസിക് ഉണ്ട്, ഇതെല്ലാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ടും ഇപ്പോഴും ജെ സീരീസ് എഞ്ചിനിലെത്തിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സീറ്റിൻ്റെ കാര്യത്തിലാണ്. പിന്നെ അല്ലാതെ ഇപ്പം ചെയിൻ ലൂസ് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കിതുവരെ, അത് റൈഡിങ്ങിൽ നിങ്ങളുടെ ഒരു പെർഫോമൻസും കൂടെ അനുസരിച്ചിരിക്കും. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് റൈഡ് ചെയ്യുന്നത് എന്നുള്ള അനുസരിച്ചിട്ടാണ് ആ ഒരു കാര്യം ഇരിക്കുന്നത്. അപ്പം മര്യാദയ്ക്ക് ഈ വണ്ടി ഓടിക്കേണ്ട രീതിക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ചെയിൻ സാധാരണ നമുക്ക് പെട്ടെന്ന് ലൂസ് ആവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഇതുവരെ ഇല്ല. ബ്രേക്കിംഗ് ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ബ്രേക്കൊക്കെ പക്കയാണ്. നമുക്ക് റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു മൂന്നാർ പോലെയുള്ള ഒരു ഹിൽ സ്റ്റേഷനിലൊക്കെ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. ബ്രേക്കിംഗ്, അതുപോലെ ടയേഴ്സ്, കോർണറിങ്ങിന് പറ്റുന്ന രീതിക്കുള്ള ടയേഴ്സാണ് വണ്ടിയുടെ. അതുപോലെ തന്നെ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കോർണറിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സുഖകരമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും വളരെ മികച്ച ഒരു, അതെ, ആ ഒരു കാര്യത്തിൽ നിന്നും എനിക്ക് ഒന്നും പറയാനില്ല. കാരണം വണ്ടി അടിപൊളി തന്നെയാണ്, അത് പറയേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ലഗേജ് നമ്മൾ വച്ചിരിക്കുന്നത് നിങ്ങൾ പലതിലും കണ്ടതാണ്. അപ്പോൾ അത്രയും ലഗേജൊക്കെ നമ്മൾ ഒരു സ്പെഷ്യലി ഒന്നും ചെയ്യാതെ വെറുതെ ടാഗ് ചെയ്ത് വെച്ചേക്കാണ്. അത് വെച്ചെന്ന് വെച്ചിട്ടൊന്നും വണ്ടിക്കൊന്നും ഒരു പ്രശ്നമില്ല. അതേപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെച്ചേക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ക്യാരിയറാണ്. ഈ ഒരു ക്യാരിയർ മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ക്യാരിയർ വെച്ചിട്ട് ഇതിനകത്താണ് നിങ്ങളിപ്പോൾ നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടല്ലോ, ആ ബാഗും എല്ലാം കെട്ടി വെച്ചിട്ട് വന്ന ഈ ഒരു ക്യാരിയറിലാണ്. ഇതിൽ സുഖമായിട്ട് കെട്ടി വെച്ചിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരു ഇഷ്യൂ അല്ല. അതെ. പിന്നെ എനിക്ക് ഒരു വലിയൊരു നെഗറ്റിവിറ്റി തോന്നിയ വേറൊരു കാര്യം, ബാക്കിൽ ഇരിക്കുന്ന സമയത്ത് സസ്പെൻഷനും വളരെ മോശമാണ്. സസ്പെൻഷൻ്റെ കാര്യത്തിൽ ഫ്രണ്ട് സസ്പെൻഷൻ കൊള്ളാം, റൈഡർ കംഫർട്ടിനും കുഴപ്പമില്ല. പക്ഷേ മേ ബി ഇപ്പം നമ്മളെ ബുള്ളറ്റിൽ ഇതേപോലത്തെ സസ്പെൻഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പം ഇതേ സാധനം തന്നെ ആയതുകൊണ്ടാണ് അത് ആദ്യം നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഇതേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ക്ലാസിക് UC എഞ്ചിനായിരുന്ന സമയത്ത് നമുക്ക് എടുക്കുമ്പോൾ വളരെ സുഖം തന്നെയാണ്. കാരണം ഗ്യാസ് ചാർജർ സസ്പെൻഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കമ്പനി കൊടുത്തിരിക്കുന്ന ബുള്ളറ്റിൽ അതേ സസ്പെൻഷനാണ്. ബുള്ളറ്റ് ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ബുള്ളറ്റ് ഇപ്പോൾ 43,000 കിലോമീറ്റർ. 43,000 കിലോമീറ്ററൊക്കെ ഓടിയ ബുള്ളറ്റാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. അപ്പോൾ 20,000 കിലോമീറ്ററൊക്കെ കഴിഞ്ഞ സമയത്തേക്ക് പോയിട്ട് നമ്മുടെ ഇപ്പോൾ അതിൻ്റെ സസ്പെൻഷൻ നമ്മുടെ പഴയ ആ ക്ലാസിക് UC എഞ്ചിൻ ക്ലാസിക്കിൽ പറഞ്ഞ പോലത്തെ ഒരു ഫീലാക്കിയിട്ടുണ്ട്. അപ്പോൾ മേ ബി മെറ്റിയോറിലും അതേപോലെ തന്നെ ഫീലാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾ ഈ ഒരു റൈഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ഇതൊക്കെ അയഞ്ഞു വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ പറയാൻ പറ്റും. ഇനി കുറച്ച് മെയിൻ്റനൻസ് ടിപ്പിൻ്റെ കാര്യം പറയാനാണെങ്കിൽ വലിയ മെയിൻ്റനൻസ് ടിപ്പ് കാര്യങ്ങളൊന്നുമല്ല. മെയിൻ്റനൻസ് ടിപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ക്ലാസിക്കിനും മെറ്റിയോറിനും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ ക്ലാസിക് 350യുടെ മെയിൻ്റനൻസ് ടിപ്പും അതേപോലെ തന്നെ വേറൊന്ന് മെറ്റിയോർ 350യുടെ മെയിൻ്റനൻസ് ടിപ്പും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഫുൾ മെയിൻ്റനൻസ് ടിപ്പ് വീഡിയോ ആയിട്ട് മൊത്തം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റൈഡ് പോകുന്ന സമയത്തേക്ക് വണ്ടിയൊക്കെ കയറിയേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഇനിഷ്യൽ സ്റ്റാർട്ടിങ്ങോട്ട് ശ്രദ്ധിക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഹമ്മിങ് സൗണ്ട് കേട്ടതിന് ശേഷം മാത്രം വണ്ടി സ്റ്റാർട്ടാക്കുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഇനിഷ്യൽ സ്റ്റാർട്ടിങ്ങുകൾ. അത് ഇനിഷ്യലി നമ്മൾ വണ്ടി എടുക്കുന്ന ഓരോ സമയത്തും എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ വണ്ടി എടുക്കുന്ന കാര്യം മാത്രമല്ല,
നമ്മളിപ്പോൾ ഒരിടത്ത് നിർത്തി ഒരു ട്രാഫിക്കിൽ നിർത്തിയിട്ട് വണ്ടി എടുക്കുന്ന സമയത്തും മറ്റ് വണ്ടികളെ പോലെ RPM അങ്ങ് ഹൈ കയറ്റി എടുക്കുന്ന ഒരു സ്വഭാവം കുറയ്ക്കുക. ആവശ്യത്തിന് RPM മാത്രം കൊടുത്ത് വണ്ടിയിട്ട് വലിപ്പിച്ച് റെഡ് ലൈൻ ചെയ്യുന്ന ഒരു സ്വഭാവം, മെയിനായിട്ട് പറഞ്ഞാൽ കറക്റ്റ് പറയുന്നത് റെഡ് ലൈൻ ചെയ്യുക എന്ന് പറയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ റെഡ് ലൈൻ ചെയ്യുന്ന ഒരു സ്വഭാവം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ കൂടെ നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ പഴയ വണ്ടിയിലെ പോലെ നമുക്ക് ചെയിൻ ഇഷ്യൂസ് ഒന്നും സ്പ്രോക്കറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് കെയർ ചെയ്താൽ മതി, വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളോട് നിൽക്കും. പിന്നെ മെയിൻ്റനൻസ് ട്രിപ്പിൽ എന്തെങ്കിലും പറയാനുണ്ടോ വേറെ? ഇതൊക്കെ തന്നെയാണ് ചെയിൻ ലൂബ് ചെയ്യുക. ചെയിൻ ലൂബ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അത് ഞാൻ വിട്ടുമായിരുന്നു. ഒരു 200 കിലോമീറ്ററൊക്കെ കഴിയുമ്പോഴത്തേക്ക്, മെയിനായിട്ട് എനിക്ക് ഒന്നൊരു 400 കിലോമീറ്റർ വരെ വലിയ കുഴപ്പമില്ലാതെ പോകും. അത് കഴിയുമ്പോഴത്തേക്ക് ചെയിൻ ലൂബ് ചെയ്തിരിക്കണം. അത് ലൂബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് സ്പ്രോക്കറ്റിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ ടയറിൻ്റെ എയറും അതേപോലെ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട സാധനമാണ്. ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് ഇപ്പോൾ എല്ലാ പമ്പുകളിലും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാതെ അങ്ങ് യാത്ര തുടങ്ങിപ്പോയെങ്കിൽ നിങ്ങൾ എന്തായാലും എവിടെയെങ്കിലും കൊണ്ടുപോയി അത് മസ്റ്റ് ചെക്ക് ചെയ്തിരിക്കണം. കാരണം അത് നമ്മളെ കോർണറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊരു വാഹനം, കാറായാലും ബൈക്കായിരുന്നാലും ടയറിലെ എയർ പ്രഷറിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതും ചെക്ക് ചെയ്യുക. പിന്നെ മെറ്റിയോറിൽ ഓഫ് റോഡൊക്കെ ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഓഫ് റോഡിങ്ങിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇതൊരു ഓഫ് റോഡിങ് വണ്ടിയല്ല. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു റോഡിലൊക്കെ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് നിങ്ങൾ കാണുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അല്ലാതെയുള്ള മാരക ഓഫ് റോഡുകളൊന്നും ഈ വണ്ടിയിൽ ഒരിക്കലും ചെയ്യരുത്. ഒന്നാമത് ABS എന്ന് പറയുന്നത് സ്വിച്ചബിൾ ABS അല്ല. അപ്പോൾ ബ്രേക്ക് പിടിച്ചാലൊന്നും ഉരുണ്ട കല്ലിലൊക്കെ ചരലിലൊക്കെ ആണെങ്കിൽ വണ്ടി ഉരുണ്ടങ്ങ് താഴെ പോവുകയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇതിന് ഓഫ് റോഡിങ്ങിന് പറ്റിയൊരു വാഹനമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ് റോഡിങ് ചെയ്യാതിരിക്കുക. ഓക്കെ, ആവശ്യത്തിന് മാത്രം. ഇതേപോലെ ഇതൊരു ഓഫ് റോഡെന്ന് വിളിക്കാനൊന്നും പറ്റില്ല, സാധാ രീതിക്കുള്ള ഇതേപോലത്തെ ചെറിയ പരിപാടിയൊക്കെ മാത്രം മെറ്റിയോർ, ക്ലാസിക് ഇങ്ങനെയുള്ള വാഹനങ്ങൾ യൂസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് ഓഫ് റോഡ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹിമാലയൻ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ എക്സ്പൾസ് എടുത്തുകൊണ്ടൊക്കെ പോകാവുന്നതാണ്. അപ്പോൾ ഡ്രൈവ് മീ ഓട്ടോയുടെ നമ്മുടെ മെറ്റിയോറിലുള്ള ഈ ഒരു ട്രാവൽ വ്ലോഗ് ഇന്നിവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ നമുക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഒരു ട്രാവൽ വ്ലോഗ് കണ്ടിട്ടൊക്കെയാണ് മിക്കവാറും ഒരു റൈഡിന് പോകാറ്. ഇപ്പോൾ റൈഡായിരുന്നാലും ഡ്രൈവായിരുന്നാലും ഏതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ പോയിരുന്നാലും ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടേതായ ഒരു രീതിക്ക് വേണം നിങ്ങൾ എൻജോയ് ചെയ്യാൻ. അതായത് ഇപ്പോൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ പല ഹോട്ടൽ സ്റ്റേയുടെ കാര്യങ്ങൾ, റേറ്റ് നോക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നത് നല്ലതാണ്, നമുക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രം. പക്ഷേ അവർ പോയ അതേ സ്ഥലങ്ങളിൽ പോയി അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ മിക്കവാറും ഓവർ ക്രൗഡഡ് ആയിരിക്കും നമ്മുടെ ഏരിയാസ് എല്ലാം. അപ്പോൾ അതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങളുടേതായിട്ടുള്ള ചില എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കിയെടുക്കുക. ഓരോ സ്ഥലത്തിനും നമ്മളോട് പറയാനായിട്ട് ഇഷ്ടംപോലെ കഥകളുണ്ട്, അതേപോലെ തന്നെ ഇഷ്ടംപോലെ മനോഹാരിതകൾ നമുക്ക് സമ്മാനിക്കാനായിട്ടുണ്ട്. ഓരോരുത്തരും പോകുമ്പോൾ ഓരോ ടൈമിലും ഓരോ എക്സ്പീരിയൻസുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഒരു ട്രാവൽ വ്ലോഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും പോകുന്ന സ്ഥലങ്ങളിൽ പോയി അതെല്ലാം ഷൂട്ട് ചെയ്ത് അതിനെപ്പറ്റി കാണാതെ പഠിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു രീതിയല്ല. അപ്പം അതിൻ്റേതായ ഒരു സുഖം എന്ന് പറയുന്നത് അനുഭവിച്ചറിയുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഡ്രൈവ് മീ ഓട്ടോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച ഈ ഒരു ട്രാവൽ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അപ്പോൾ കാരണം നമുക്കിത് അറിഞ്ഞാൽ മാത്രമേ ഇനിയും നമ്മുടെ ട്രാവൽ വ്ലോഗുകൾ എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, അത് ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഇനിയും ഇതേപോലെയുള്ള വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടീം ഡ്രൈവ് മീ ഓട്ടോ is signing off for today in this beautiful place. Bye bye.